നമുക്ക് സൺഡേയിൽ ഒരു വ്ളോഗ് കണ്ടാലോ? സൺഡേ എല്ലാവരും വളരെ നേരം വൈകി എണീക്കുന്ന ഒരു കൂട്ടത്തിലാണല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. വളരെ നേരം വൈകി തന്നെ എണീറ്റ പാടെ വേഗം തന്നെ ചോറ് വയ്ക്കാൻ വെള്ളം വെച്ചുകൂട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വേഗം പോയി ചായ കുടിച്ച് വന്നിട്ടാട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തത്. ചായക്ക് ഇന്ന് കാലത്ത് പുട്ടായിരുന്നു. സൺഡേ ഞാൻ നേരം വൈകി എണീക്കുന്ന കാരണം മിക്കവാറും പുട്ടും പഴം തന്നെയായിട്ട് ഉണ്ടാക്കാറ്. അതെല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ചായ കൂടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോളുടെ സൗണ്ടൊന്നും കേൾക്കാനില്ല കേട്ടോ. അങ്ങനെ ഞാൻ പോയി മോളെ തിരഞ്ഞപ്പോൾ മോൾ അവിടെ നിന്ന് എൻ്റെ അലമാരയൊക്കെ തുടയ്ക്കുക. കാരണം അവളെ റൈറ്റിംഗ് ബോർഡാണത്. കാരണം എല്ലാ സാധനങ്ങളും എഴുതുന്നതും വരയ്ക്കുന്നതും ഒക്കെ അവൾ അതുമ്പോൾ തന്നെയാണ്. അപ്പോൾ അവൾ തന്നെ അത് ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഒക്കെ കണ്ട് പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. കാരണം ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ആൾ സമ്മതിക്കില്ല. അത് കാരണം വേഗം തന്നെ വന്ന് കറിയൊക്കെ അടുപ്പത്തിട്ടു. പടവലങ്ങയും പരിപ്പും കൂടി നാളികേരം അരച്ചാട്ടോ വെക്കണേ. ഇന്ന് ഇറച്ചി വാങ്ങിച്ചില്ല സൺഡേ ആയിട്ട്. കാരണം ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയ കാരണം പിന്നെ ഇന്ന് ഇറച്ചി വാങ്ങിച്ചില്ല. പിന്നെ ചേട്ടനോടി ഉണ്ടായില്ല. അത് കാരണം പടവലങ്ങയും പരിപ്പും നാളികേരം അരച്ച് വെച്ച് ഉണക്കമീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ ബാക്കി പരിപാടികൾക്ക് ഞാൻ ഇറങ്ങിയിട്ടാ. അലക്കൽ, അടിച്ചു വാരൽ, ക്ലീനിങ് പരിപാടി, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് വിസിലടിച്ചു കേട്ടോ. അപ്പം വെന്ത് കഴിഞ്ഞപ്പോൾ നാളികേരവും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അതങ്ങ് അരച്ചൊഴിച്ച് കടുക് വറുത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടാ. നാളികേരം ചിരകാനെടുത്തപ്പോൾ അതങ്ങ് വിട്ടു പോന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ അത് അരിഞ്ഞിട്ട് അതങ്ങ് മിക്സിയിൽ അരച്ച് കഴിഞ്ഞപ്പോൾ അരപ്പ് റെഡിയായി. കടുക് വറുത്തു. അപ്പോഴേക്കും അവിടെ ചോറ് ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ ചോറ് കൊടുക്കാൻ നോക്കി. ടി വി കണ്ടാട്ടാ ഞങ്ങൾ ചോറുണ്ണുള്ളൂ. ഞങ്ങൾക്ക് വായി തുറക്കണമെന്നുണ്ടെങ്കിൽ ടി വി തന്നെ വേണം. എന്നാൽ മാത്രമേ എനിക്കും ചേട്ടനും എൻ്റെ മോൾക്കും ചോറ് ഇറങ്ങുള്ളൂ കേട്ടോ. ചോറൂണ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ തയ്ക്കാൻ പോയിരുന്നു കേട്ടോ. 5-ാം തീയതി കൊടുക്കണം. അത് കാരണം കുറച്ച് നേരമൊക്കെ നൈറ്റൊക്കെ ഇരുന്നാട്ടാ ഞാൻ തയ്ക്കുക. അപ്പം അത് കാരണം പെട്ടെന്ന് തന്നെ അത് തയ്ക്കായിരുന്നപ്പോഴാണ് മനസ്സിലായേ ഭയങ്കര പാടാണ് തയ്ക്കാനായിട്ടെന്ന്. പിന്നെ അങ്ങനെ അതിൻ്റെ ടോപ്പൊക്കെ തയ്ച്ച് വെച്ച് പതുക്കെ എണീറ്റ് കുറേ ചെടിയൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ പുറത്തേക്ക് ഇറങ്ങി. ചെടിയെന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇലച്ചെടികൾ, ഒരു ചെറിയൊരു ഗാർഡൻ. കാരണം ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ. അത് കാരണം കുറച്ച് ഒരു 5-6 തരം ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ നട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എല്ലാ സൺഡേസും ഒന്ന് ക്ലീൻ ചെയ്ത് അവിടേക്ക് ഒന്ന് വെടുപ്പാക്കി അങ്ങനെ അതിൻ്റെ പിറകിൽ ഇങ്ങനെ നടക്കും. അപ്പോഴേക്കും മോള് വന്നു അവിടെ അലമ്പാക്കാനായിട്ട്. അപ്പം പിന്നെ കാണാട്ടാ.